ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയ. എൻ്റെ പേര് സ്മയ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ സ്കൂളൊക്കെ അടയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോയുടെ പ്രത്യേകത നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ്. അതായത് കുറച്ച് ചെടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. എനിക്ക് എന്താ അറിയില്ല, ചെടികളോടൊരു ക്രേസ് നല്ലതല്ലേ. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അത് പുറത്തൊന്നല്ല, ഇവിടെ പോട്ട്സിലാക്കിയിട്ട് ഉമ്മർത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ചെടികൾ വാങ്ങാനുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട്, ഫാഷൻ ബസാർ എന്ന് പറഞ്ഞിട്ട്, ചാവക്കാട്. അപ്പോൾ അവിടേക്ക് പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി വിചാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങാനുണ്ട്. പിന്നെ ചെറിയ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ക്ലിപ്പൊക്കെ നാശമായിരിക്കുകയാണ്. അപ്പോൾ ഇത് എനിക്ക് കയ്യിൽ കിട്ടിയൊരു ക്ലിപ്പ് കുത്തിയേക്കണം. അപ്പോൾ അങ്ങനെ ചെറിയ ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട്. ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു വെക്കേഷൻ ആവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറേ സാധനങ്ങൾ ഞാൻ നാശമായി പോയപ്പോഴും നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അമ്മയും ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അമ്മ നോക്കൂ. എൻ്റെ ചെരുപ്പോ ഗൈസ്, നമുക്ക് ഗേറ്റ് തുറക്കാം. കാറിലാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ചെടി വാങ്ങാണ്ട്. നമുക്ക് ചെടി വെക്കണമെങ്കിൽ സ്കൂട്ടറിൽ പോയാൽ ശരിയാവില്ല. അപ്പോൾ കാറിലാണ് നമ്മൾ പോകുന്നത്. അമ്മ മാസമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എവിടേക്ക് ചെടി വാങ്ങാൻ പോകണു? മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. അതെവിടെയാ? മമ്മിയൂരാണ്. അപ്പം എനിക്കറിയില്ല ഗാർഡനിങ്ങിനെ കുറിച്ചിട്ടൊന്നും. പക്ഷെ നമുക്ക് ആ ഫ്രണ്ടിലെ കുറേ പുല്ലും കാടും ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ഫ്രണ്ടിലത്തെ ആ പുല്ലും ഐറ്റംസ് ഒക്കെ വൃത്തികേടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെടിയൊക്കെ വെച്ച് ഭംഗിയാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ ഫ്ലവർ പ്ലാന്റ്സ് ഇല്ല, കുറെ ചെടികൾ അച്ഛൻ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ലാതെ ശരിക്കും നല്ലൊരു ലാൻഡ്സ്കേപ്പ് ചെയ്ത് കഴിഞ്ഞൊരു വീടായിരുന്നു നമ്മുടെ. നല്ല വൃത്തി ഉണ്ടായിരുന്നതായിരുന്നു സത്യം പറഞ്ഞാൽ. പഴയ ഫോട്ടോ ആഡ് ചെയ്യാം. ഉണ്ടാവും. അപ്പൊ അതിൽ ആഡ് ചെയ്യാട്ടെ. നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ വരുമ്പോ. അന്നൊന്നും ഇങ്ങനെ പെബിൾസ് ഒക്കെ നല്ല വെള്ള പെബിൾസ് ഒക്കെ നല്ല ഭംഗിയായിരുന്നു. അപ്പൊ അന്ന് നമ്മളിങ്ങനെ വീഡിയോ എടുക്കൽ ഫോട്ടോ എടുക്കൽ അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല. അധികം വ്ളോഗിങ് ഒന്നും ഇല്ലല്ലോ അന്ന്. ഇല്ല, അന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി. അവിടെ ഫ്രണ്ടിൽ എക്സ്ട്രാ നമ്മുടെ വെച്ച പുല്ലല്ലാതെ സാധാരണ പുല്ലുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഉള്ള പുല്ലൊക്കെ നാശമായി. അങ്ങനെയല്ല ഉണ്ടായി കുറെ. 2 മാസം കൂടുമ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി. പിന്നെ ചെടി അതെ വളർത്തുമ്പോൾ നമ്മളത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വെക്കുക. എന്നിട്ട് ആ ഫ്രണ്ടിലത്തെ പുല്ലെല്ലാം നമ്മളെടുത്ത് മാറ്റിയിട്ട് അവിടെ ബേബി മെറ്റിലിട്ടു. അപ്പോൾ കുറച്ച് മെനുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെയും ഈ പുല്ല് ഐറ്റംസൊക്കെ വളർന്നു വരുന്നുണ്ട്. അത് ഭയങ്കര വൃത്തികേടാ. അതൊക്കെയാണ് നമ്മുടെ കുറച്ച് പ്രശ്നങ്ങൾ. 2 റോസാ ചെടി മേടിക്കാം, അത്ര ഉള്ളൂട്ടാ. അല്ലാതെ കൂടുതൽ ഗാർഡനിങ് ചെയ്യണമെന്നല്ലേ നഴ്സറി പോകണത്. ടോയ്സ്മയാ ഓക്കെ ടോയ്ക്ക് റോസിനോടും താല്പര്യമില്ല. വേറെ നല്ല ഭംഗിയുള്ള പൂക്കൾ, അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന പൂക്കള്. റോസ് ഒന്നും ചിലപ്പോൾ അതിന് സീസൺ അനുസരിച്ചിട്ട് പിടിക്കുള്ളൂ. എന്നിട്ട് റോസ് കാരണമാണ് എൻ്റെ കൈ മതി ഒരു ബാൻഡേഡ് കുത്തിയിരിക്കുന്നത്. തിരക്കുണ്ടാവാറുണ്ട്. സാധാരണ വഴിക്ക് പോകുമ്പോൾ നല്ല തിരക്കുണ്ടാവാറുണ്ട്. നമ്മൾ ചിലപ്പോൾ കയറും എന്നാണ് അമ്മ പറഞ്ഞത്. നോക്കി നോക്കാം കളക്ഷൻസ്. കയറിയപ്പോൾ തന്നെ താഴത്തെ ഫ്ലോറിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ മേലത്തെ ഫ്ലോറിലേക്കാണ് പോയത്. അവിടെ നിന്ന് റണ്ണിങ് മെറ്റീരിയൽസ് ഒരു 3 എടുത്തു. ഈ ഒരു ബ്ലാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ, എനിക്ക് കുർത്തടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കളക്ഷൻ ആവും നമുക്ക് എടുക്കാൻ. സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാവും. പിന്നെ ഈ ഫ്ലോറിൽ കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവായിരുന്നു. ഞാൻ ശരിക്കും റെഡിമെയ്ഡ് കുർത്ത നോക്കാനായിരുന്നു വന്നത്. പക്ഷേ സൈസൊക്കെ വലുതായതുകൊണ്ട് പിന്നെ ഞാൻ അത് എടുത്തില്ല കേട്ടോ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തു. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. ആ ഒരു കളറ് അമ്മ എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓക്കെ ഫൈൻ എടുത്തോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫാഷൻ ബസാറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. കവർ ഭയങ്കര വലുതാണല്ലോ, അങ്ങനെ സാധനം കുറവാണ്. ഞാൻ 3 റണ്ണിങ് മെറ്റീരിയൽ എടുത്തതാണ് ഇങ്ങനെ കുർത്തടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം റേറ്റ് കുറവാണ്. മെറ്റീരിയൽ സ്റ്റാർട്ടിങ് 79 എന്തോ ആയിരുന്നു.
അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുത്തു. കൂടെ ലൈനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അമ്മയ്ക്ക് അവിടെ കുറേ കളക്ഷൻ ഉണ്ട് അല്ലേ, കുറേ. സമയം ഉണ്ടായിരുന്നില്ല, നമുക്ക് വേറൊരു സ്ഥലത്തേക്കും കൂടെ മറ്റേ ചെടി വാങ്ങാനും കൂടെ പോകാനുള്ളതുകൊണ്ടേ ഒക്കെ കൂടെ കൺജസ്റ്റഡ് ആയി. പിന്നെ അധികം ക്ലിപ്പ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വേഗം എടുത്തിട്ട് പോരാൻ വേണ്ടിയിട്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ, നല്ല തിരക്കുണ്ടായിരുന്നു. ശരിയല്ലേ, നമുക്കിനി വിഷുവിനും ഇങ്ങോട്ട് വരാം അല്ലേ അമ്മ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മമ്മിയൂർക്കാണ് കേട്ടോ. മമ്മിയൂർ എനിക്കറിയില്ല, ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, സ്ഥലം ഇല്ലയോ എനിക്കറിയില്ല. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ പോയിട്ട് 2 ചെടി മേടിച്ചിട്ടുണ്ട്. യെസ്, അത് ഞാൻ പോയിരുന്നിട്ട് ചെടി ഇങ്ങനെ നടും. ഓക്കെ, അതൊക്കെ ഒരു രസം. ചട്ടികൾ അവിടെ ഉണ്ട് കേട്ടോ. എവിടുന്നാണോ ഇത്ര മാത്രം ചട്ടി? ലാൻഡ്സ്കേപ്പിന് കൊണ്ടുവന്നിട്ട് ചട്ടികളെ അവരോട് ചട്ടിയൊക്കെ വെച്ചിട്ട് പോയി. കുറെ ചെടികൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അവര് കവറിലല്ല കൊണ്ടുവന്നത്, ഒരു മൊത്തം ചെടിച്ചട്ടിയിൽ കൊണ്ടുവന്നത്. കുട്ടി പക്ഷെ അത്യാവശ്യം കുറെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ പെയിന്റ് അടിച്ച് വൈറ്റ് ബ്ലാക്ക് പെയിന്റ് അടിച്ച് നല്ല വൃത്തി ഉണ്ടാവും. അല്ല, പക്ഷെ ഇതൊരു മഞ്ഞ ബ്ലാക്കാ. അത് വെയിലത്തിലിരുന്നായിരുന്നു. അതാവുന്നു കളറ് മങ്ങിയതാ. ഓക്കെ ഗൈസ്, ഇതാണ് സ്ഥലം. ഇത് ഞാൻ എപ്പോഴും കാണാറുള്ളതാ. അപ്പോൾ ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ കയറിയപ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇതിവിടെ ഇവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു, എല്ലാ പൂക്കളും ചെടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരു 2-3 എണ്ണം ഞാൻ എടുത്തിട്ട് ചെന്നുള്ളൂ. പക്ഷെ ഞാൻ നോക്കുമ്പോഴേക്കും അമ്മ അവിടെ നിന്ന് കുറച്ച് അധികമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. മീൻസ് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം പുള്ളി വലിയ ഡയലോഗ് അടിച്ചതാണൊന്നും വാങ്ങില്ല എന്നൊക്കെ, 2 എണ്ണം വാങ്ങുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് അവിടെ പോയി കണ്ടാൽ കുറേ ഉണ്ടാവില്ല, അപ്പോൾ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ എടുത്തു. ഇൻഡോർ പ്ലാന്റ്സിന് ഞാൻ പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി റേറ്റ് ഇത്തിരി കൂടുതലായിട്ട് തോന്നി. അതായത് എന്ന് വെച്ചാൽ 500-600 ആ ഒരു റേഞ്ചല്ല. പക്ഷെ നമ്മൾ പുറത്ത് വെക്കുന്നതിന് ഇപ്പോൾ 80 രൂപ 40-50 രൂപയൊക്കെ ആണെങ്കിൽ അകത്ത് വെക്കുന്ന ഇൻഡോർ പ്ലാന്റ്സിന് 150 രൂപ 200 രൂപ ആ ഒരു രീതിയിൽ, അങ്ങനെ ഉണ്ട് ഞാൻ ഉദ്ദേശിച്ച റേറ്റ് ഉണ്ടെന്ന്. അല്ലാതെ 500-1000 അങ്ങനെയല്ല കേട്ടോ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട 2-3 ചെടി വാങ്ങി. പിന്നെ ഈ ഒരു ചെടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൂക്കളോട് എനിക്ക് നല്ല ഇഷ്ടം കൂടുതലാണ്. പൂക്കൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊന്നും ഇല്ല, അപ്പം അതുകൊണ്ട് തന്നെ പൂക്കൾ കുറച്ച് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നോർമലായിട്ട് കാണുന്ന ടൈപ്പ് പൂക്കളുണ്ടായിരുന്നു. പിന്നെ വളരെ റെയർ പൂക്കളായിട്ടുള്ള ടൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതാണ് ഇൻഡോർ പ്ലാന്റ്സ്. ഞാൻ പറഞ്ഞു ഈ ഒരു കുഞ്ഞു പോട്ടിനൊക്കെ ആട്ടോ 150 രൂപ 200 രൂപയ്ക്ക്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനിപ്പോൾ എവിടെ കൊണ്ടുവയ്ക്കാനാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എടുത്തില്ല. ഓൾറെഡി കയറി വരുമ്പോൾ ടേബിളിൽ ഞാൻ മണി പ്ലാന്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേണ്ട വിചാരിച്ചു. പിന്നെ ഇതൊക്കെയാണ് നമ്മളൊരു ബോഗൻവില്ല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വൈറ്റ് കളർ. അത് കുറേ ആയി വിചാരിക്കുന്നു, അപ്പോൾ ഇപ്പോൾ എടുത്തു. പിന്നെ ഈ അങ്കിളായിരുന്നു ഗൈസ് നമുക്ക് എല്ലാ പോട്ട്സും കാറിൻ്റെ ബാക്കിൽ വെച്ചെന്ന്. ഞാൻ എടുത്ത് വെക്കാന്നപ്പോൾ വെക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് നമ്മൾ മമ്മിയൂർ എത്തണ്ട അതിന് മുന്നേ ആയിട്ടുള്ളതാണ് കേട്ടോ, മലബാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ എന്തായാലും ഇവിടേക്ക് വരും. അപ്പോൾ ഗൈസ് നമ്മൾ ചെടിയൊക്കെ വാങ്ങി. പിന്നെ ബാക്കിലുണ്ട് കേട്ടോ, നമ്മൾ വൈറ്റ് ബോഗൻവില്ലൊക്കെ വാങ്ങി. അധികം റേറ്റ് ഒന്നും ആയില്ല. ബോഗൻവില്ല നല്ല ഡിസ്കൗണ്ട് ചെയ്തു. ബോഗൻവില്ലയ്ക്ക് നല്ല റേറ്റ് കുറവാണ് ഇവിടെ. സത്യമായിട്ടാ. ഞാൻ വേറെ സ്ഥലത്ത് ഈ ബോഗൻവില്ലയുടെ മാത്രം ഒരു ഷോപ്പ് ഉണ്ട് നമ്മുടെ തൃശ്ശൂർക്ക് പോകുന്നിടത്ത്. അവിടെയൊക്കെ ഗംഭീര വിലയാണ്, 3000-3500 രൂപയ്ക്ക് ഞാൻ അറിഞ്ഞത്. അത് വളർന്നതിന് അല്ലാതെ മൊത്തത്തിൽ അത് ബോഗൻവില്ല ഷോപ്പ് മാത്രമല്ലേ, അപ്പോൾ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കുമല്ലോ. അധികം വിലയൊന്നുമില്ല, 150 രൂപയ്ക്ക് നമുക്ക് അത്രയും വലിയ സാധനം കിട്ടിയത്. അതിൽ നമുക്ക് കുറച്ചൊന്നും 2 ചെടി വാങ്ങാൻ പോയ ആള് തന്നെ കുറെ ചെടി എടുത്തിട്ടു കേട്ടോ. ഞാൻ ആകെ 2-3 എണ്ണം എടുത്ത് വെച്ചോളൂ. അല്ല, അവിടെ റേറ്റ് കുറവുണ്ടപ്പോഴാണ് ഞാൻ മേടിച്ചത്. ഞാൻ നോക്കുമ്പോ ഇതിന് 50 ഇതിന് 80 അത്രേ ഉള്ളൂ. അതായത് ഞാൻ വലിയ റിച്ച് ആയിട്ട് അങ്ങനെ പറയല്ല, പക്ഷെ നമുക്ക് സാധാരണ ചെടി കടകളിൽ നല്ല റേറ്റ് ഉണ്ടാവാറുണ്ട്. അത് വെച്ചിട്ട് പറഞ്ഞു കേട്ടോ. അവിടെ പിന്നെ ഇങ്ങനെ വളർന്നു നിൽക്കണ നല്ല ചന്തമുണ്ട്, പക്ഷെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. അതാണ് കുഴപ്പം. അവിടെ നിന്നൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി, അത് അവർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ നല്ല രസമുണ്ട്. വീട്ടിൽ നിന്ന് അതുപോലെ തന്നെ ചെയ്ത് സെറ്റ് ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ ഹാങ് ചെയ്യുന്ന സാധനം നോക്കി, പക്ഷെ ഹാങ് ചെയ്യുന്നതിന് കളക്ഷൻ കുറവായിരുന്നു. നടന്നത് അത് നമുക്ക് വെയില് നന്നായി അടിക്കുമ്പോ ഹാങ് ചെയ്യണേന് അത് ചീച്ചിൽ വരും. അതാണ് കുഴപ്പം. പക്ഷെ എനിക്ക് ഹാങ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഹാങ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഓർക്കിഡുണ്ടായിരുന്നു, പക്ഷെ ഹാങ് ചെയ്യണ സംഭവം ഉണ്ടല്ലോ അത് ഭയങ്കര ചെറുതാ. നമുക്ക് കുറച്ച് ഹൈറ്റ് അതായത് നീളം കൂടിയ സംഭവം ഉണ്ടെങ്കിലാണ് വെള്ളമൊക്കെ ഒഴിക്കാനൊക്കെ കുറച്ച് നല്ലത്. നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് എത്താറില്ല സത്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ വെയിൽ ഡയറക്റ്റ് അടിക്കണോണ്ടാണ് നമ്മളെ ഫ്രണ്ടിൽ 10-20 ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു ഒരു കൂട്ടിലായിട്ട്.
അത് മൊത്തം ചത്തുപോയി. കൂട്ടവിടെ അവിടെ തന്നെ കൂട് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അത് ആദ്യ ദിവസങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ടെറസ് പോലത്തെ സാധനമൊക്കെ അടിച്ച് സെറ്റ് ചെയ്തതായിരുന്നു. ഡ്രസ് എന്നാണല്ലോ പറയാ, ടെറസ് പൊതുവെ എല്ലാവരും പറയാം. ഡ്രസ്സ് അടിച്ചിട്ട് സെറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് കാരണം അവർക്ക് താങ്ങാൻ പറ്റില്ല. എന്നിട്ട് 20 ചത്തുപോയി. അതിങ്ങനെ എന്താ പറയാ, ജെറ്റ് വിട്ട പോലെ അങ്ങനെ ടിക്കിട്ടിക്കിട്ടിക്കിട്ട് ചത്തുപോയിരുന്നു. ഒന്ന് ചത്തപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ ചാവാൻ തുടങ്ങി. പക്ഷെ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന അവര് മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയതായിരുന്നു. പക്ഷെ ആ കുട്ടികൾ വരുന്നേക്കാട്ടി മുമ്പ് ഇവര് ചത്തു തുടങ്ങി. പിന്നെ ചൂടൊന്നും കിട്ടാണ്ട് അങ്ങനെ കുറെ ചത്തുപോയി. അപ്പോൾ വെരി സാഡായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നിപ്പോൾ പോയി എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. ഏതായാലും ഇപ്പോൾ 5:30 കഴിഞ്ഞിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വിളക്ക് വെക്കാറായിട്ടുണ്ട്. പിന്നെ എത്രത്തോളം സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കാം, കൊണ്ടുവയ്ക്കാം. അതെ, അവിടെ ഒരു മൂലയിൽ കൊണ്ടുവയ്ക്കാം. എല്ലാതും കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് നാളെ മുതലുണ്ട് ഇറങ്ങാം. അതന്നെ നല്ലത്. ഇപ്പൊ നമുക്ക് 5:45 5:30 ഇതിൽ തെറ്റല്ലേ? ഓക്കെ ഗൈസ്, നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് കാണാം. ഗൈസ്, നമ്മളൊന്ന് KK മാളിൽ കയറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സോർ ക്യാൻഡി എടുത്തു. അവിടെ നിന്ന് സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ മറന്നു. ഞങ്ങൾ വേഗം ധൃതിയിൽ എടുത്തിടുമായിരുന്നു. അതിന് പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാൽ ആവശ്യമുള്ള 2-3-4 സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ ഞാൻ തുറന്ന് വാങ്ങിയതാണ്. നല്ല പുളിയുണ്ട്, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തി. കുറച്ച് നേരമായിട്ടോ, കുറച്ചധികം നേരമായി. വൈകുന്നേരം വന്ന് വിളക്കൊക്കെ വെച്ചു. അപ്പോൾ ബാക്കി എനിക്ക് എടുക്കാൻ പറ്റില്ല. ബാക്കി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നാളെ ഈ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ട്. അത് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നില്ല, കാരണം അതൊക്കെ കാണാൻ അധികം ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എല്ലാവർക്കും. പിന്നെ ഒരു കാര്യം, കുറേ കമൻറ്റ്സ് കുറേ അല്ല 2-3 കമൻറ്റ്സ് ഞാൻ കണ്ടു. നെയിൽസിൻ്റെ ഷോ ആണ് വിസ്മയാന്ന്. സത്യം പറയാലോ, ഇത് ഷോ ഓഫ് ഒന്നും നടത്തുന്നതല്ല. ഓട്ടോമാറ്റിക്കലി ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൈവയ്ക്കുന്നതാണ്. അത് ചില ഈ വീഡിയോയിലുള്ള ക്ലിപ്പ് എടുത്ത് നോക്കിയാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കൈ വെച്ചിരിക്കും. അല്ലെങ്കിൽ മുഖത്ത് എവിടെയെങ്കിലും എൻ്റെ കൈ എവിടെയെങ്കിലും മുഖത്തൊക്കെ ഉണ്ടാവും. അതങ്ങനെ വെക്കുന്നത്, അല്ലാണ്ട് ഷോ ഓഫിനായിട്ട് വെക്കുന്നതല്ല. അത് ഫസ്റ്റ് തന്നെ പറയുകയാണ് ഞാൻ. അങ്ങനെ തോന്നുന്നവർക്ക് തോന്നിക്കോട്ടെ, പക്ഷെ എൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഷോ അല്ല. ഓക്കെ. പിന്നെ ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, വളർത്തുന്നത് കണ്ടിട്ട് കൊതിയാവുണ്ട് പറയുന്നു. സത്യം പറയാതെ ഞാൻ ഒന്നും ഇതിന് ചെയ്യുന്നില്ല. ഞാൻ ഈ വെക്കേഷൻ ലാസ്റ്റ് എക്സാമൊക്കെ ആവാനായപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഏതായാലും 2 മാസം വെക്കേഷനില്ല, നഖം വളർത്താണ്. കാരണം സ്കൂളിലപ്പോൾ നഖം വളർത്താൻ പറ്റില്ല. സ്കൂളിലേക്ക് നഖം വളർത്തി കണ്ട വെട്ടാൻ പറയും. അപ്പോൾ അതുകൊണ്ട് വെക്കേഷൻ സമയത്താണ് നടക്കാറ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നെയിൽ പോളിഷ് ഒന്നും ഇവിടെ ഇഷ്ടമല്ല. ഇട്ടപ്പോൾ തന്നെ ഇന്നലെ ഒരു രാക്ഷസിയുടെ കൈ പോലെയായി. ഞാൻ ഇന്നലെ ഒരു ലൈറ്റ് കളർ ഇട്ടിട്ടപ്പോൾ ഞാനതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒരു മെയിൻറ്റെയിനിങ് ഞാൻ ചെയ്യുന്നില്ല. വെറുതെ ഇതിങ്ങനെ വളർന്നു വരും. അതിൻ്റെ ഉള്ളിൽ ചെളി വരുമ്പോൾ എടുത്ത് കളയും, അത്ര തന്നെ ഉള്ളൂ. നഖം കുറച്ചുകൂടെ നീണ്ടു വരുമ്പോൾ അധികം പിന്നെ ചെളിയൊന്നും വരില്ല കേട്ടോ. നല്ല കുഞ്ഞിതായിരിക്കുമ്പോഴാണ് കുറേ ചെളി പോലെ ഉണ്ടാവുക. ഇപ്പോൾ ഒന്നും ചെളിയൊന്നും ഉണ്ടായിരുന്നില്ല. ചെളിയൊന്നും ഇല്ലാന്നാണ് എൻ്റെ വിശ്വാസമായില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു സംഭവം എനിക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് താഴെ ഇനിയും വന്നിട്ട് നെയിലിൻ്റെ ഷോ എന്ന് പറയും എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അത് മാത്രമല്ല കേട്ടോ, ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടതെന്നും കൂടെ എൻ്റെ അടുത്ത് പറയാം. കാരണം ഇനി ഞാൻ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.